ലാസ്റ്റ് ഞാൻ മെറ്റാക്വർസറയുടെ ഒരു വീഡിയോ ഇടുകയുണ്ടായി. അപ്പോൾ ഒത്തിരി പേർ എന്നോട് ചോദിച്ചത് എങ്ങനെയാണ് അതിൻ്റെ വ്യൂ കാണുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഞാനിപ്പം യൂട്യൂബിൽ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഇട്ടൊരു വീഡിയോ ഞാൻ ഇതിനകത്തിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. വേറെ ഏത് വീഡിയോ പ്ലേ ചെയ്താലും കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്ന പോലെ കുറേ വിൻഡോസ് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റും, ആപ്ലിക്കേഷൻസും. ഈ വീഡിയോ നമുക്ക് എത്ര വലുപ്പത്തിൽ ഫുൾ സ്ക്രീൻ ആക്കാം, എന്നാലും നമുക്ക് സീ ത്രൂ ആണ്. അത് നമുക്ക് സൈഡിലുള്ളത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് കാണാൻ പറ്റും. അതല്ല നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നോർമൽ ആക്കാം. നമുക്കത് ഡ്രാഗ് ചെയ്ത് എവിടെ വേണേലും പ്ലേസ് ചെയ്യാം. അതുപോലെ തന്നെ 360 വീഡിയോ എങ്ങനെയായിരിക്കും കാണുന്നതെന്ന് കൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തിടാം. പക്ഷേ 360 വീഡിയോ എങ്ങനെയാണോ അതിനകത്തിൽ കാണുന്ന ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടില്ല. ബട്ട് എന്നാലും നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണെന്നുള്ളത്. ലാസ്റ്റ് ടൈം ഞാൻ നാട്ടിൽ പോയപ്പം ഞാൻ എൻ്റെ ബൈക്കിൽ തന്നെ എടുത്തൊരു 360 വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. സോ ഇതിനകത്തിൽ ഞാൻ ഏത് സൈഡിലോട്ട് നോക്കുന്നോ ആ സൈഡ് എനിക്ക് കാണാൻ പറ്റും. ഇത് ഫുൾ വ്യൂ ആണ്. നമുക്കിപ്പം ഇതിനകത്തിലൂടെ കാണുമ്പം ആ ഒരു ഫുൾ വ്യൂ കിട്ടത്തില്ല. ഇത് വെച്ച് നമ്മൾ 360 വീഡിയോ ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തട്ടത്തിന്മറയത്ത് തന്നെ മൂവിക്കകത്ത് നിവിൻ പോളി പറയുന്ന പോലെ എൻ്റെ പൊന്ന് സാറേ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റത്തില്ല. നമ്മൾ പൊട്ടനാട്ടം കാണുന്ന പോലെ പുറത്ത് നിൽക്കുന്നവരെയായിരിക്കും നമ്മൾ എന്താ കാണിക്കുന്നതെന്ന് മനസ്സിലാവില്ല. അതുപോലെ ആയിരിക്കും നമ്മൾ 360 വീഡിയോ ഇടുന്നത്. ഇതിപ്പോൾ ഒരു ഗെയിമിൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഗെയിമിൻ്റെ എക്സ്പീരിയൻസ് വേറെ ലെവലാണ്. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഔട്ട് ഓഫ് ദ വേൾഡ് ആയി പോവും. ഞാൻ കട്ട് ചെയ്ത് കുറച്ച് പോർഷൻ ആ ഗെയിമിൻ്റെ വീഡിയോസ് ഞാൻ കാണിക്കാം. അപ്പം ഫസ്റ്റ് നമ്മൾ ഗെയിം സെലക്ട് ചെയ്യുന്നൊരു ഓപ്ഷൻസാണ് ഇതൊക്കെ വരുന്നത്. സോ നമ്മൾ ഏത് റൈഫിൾ വേണമെന്ന് സെലക്ട് ചെയ്തിട്ട് റൈഫിള്, ബാറ്റിൽ ഫീൽഡ്, കണ്ടീഷൻ, നൈറ്റ് ആണോ ഡേ ആണോ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. നമ്മളെപ്പോഴാണോ 360 വീഡിയോയോ അതുപോലെ തന്നെ ഇതുപോലെ ഗെയിംസും ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് ഒരു ഓട്ടോമാറ്റിക്കലി ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാൻ പറയും. നമ്മളുടെ ആ റൂമിലെ സ്പേസ് വെച്ചിട്ട് അവർ സ്കാൻ ചെയ്തിട്ട് ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യും. ഇത് മോൻ ഗെയിം കളിക്കുന്ന ഒരു വീഡിയോ ആണ്. അതിൻ്റെ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സോങ് പ്ലേ ചെയ്യുന്നതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്തിട്ടത്. അല്ലെങ്കിൽ അതിൻ്റെ ഓഡിയോയും നമുക്ക് കേൾക്കാം, എന്താണ് കളിക്കുന്നതെന്നുള്ളതും എന്ത് സൗണ്ടാണ് കേൾക്കുന്നതെന്നുള്ളത് അറിയാൻ പറ്റും. അവനറിയുന്നില്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നതൊന്നും. അവൻ ജസ്റ്റ് പ്ലേ ചെയ്യുകയാണ്. ഫ്രൂട്ട് നിഞ്ച എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. സോ അതിനകത്തിലിങ്ങനെ ഫ്രൂട്ട്സ് ഫയർ ചെയ്ത് വരും. അത് സോഡ് വെച്ചിട്ട് വെട്ടി കളയുന്നതാണ് ഈ പരിപാടി. അതിനകത്തിൽ ഇത് എന്തോ വന്നപ്പോൾ അവൻ മാറിയത്. ബട്ട് എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. അതാണ് ഈ പറഞ്ഞ പൊട്ടനാട്ടം കാണുന്നത് നമ്മളിത് കാണേണ്ടി വരും. ഇതിൻ്റെ ബാറ്ററി ലൈഫ് ഒരു 2 to 3 hours ആണ് അവർ പറയുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യണം.